ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോളർ എങ്ങനെയാണ് തയ്ക്കണത്, എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമുക്ക് 1 ഇഞ്ച് വിടത്തിലാണ് എടുക്കുന്നത്. അതുപോലെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, അതായത് എത്രയാണോ ആ റൗണ്ടിൻ്റെ ആ അളവിന് കറക്റ്റ് അതിൻ്റെ പകുതി കൊടുക്കുക. ദെൻ 1 ഇഞ്ച് നമ്മൾ കൊടുക്കുക, ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് മുകളിലത്തെ ആ ഭാഗമാണ് കൊടുക്കേണ്ടത്. അതിന് നമുക്ക് 2.5 ഇഞ്ചാണ് കേട്ടോ വിടുത്ത് വേണ്ടേ. എന്നിട്ട് 2 ഇഞ്ച് ഈ സൈഡിലും 2.5 ഇഞ്ച് മറ്റേ സൈഡിലും, ഓപ്പൺ സൈഡിൽ 2.5 ഇഞ്ചും കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് അങ്ങ് വരക്കുക. ഒന്ന് വരച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഇങ്ങനെയായിരിക്കും വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ 1 ഇഞ്ചിൻ്റെത് ഒന്ന് 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ തയ്യൽ തുമ്പിട്ടതിന് ശേഷം ഒന്ന് പിന്നിട്ട് ചെയ്ത് കൊടുക്കാം. 2.5 ഇഞ്ചിൻ്റെ ഈ പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി അതിന് മുകളിലൂടെ തയ്ക്കുവാണ് ചെയ്യണത്. 1/4 ഇഞ്ച് വിട്ടിട്ട് അങ്ങ് വെട്ടിക്കോളൂ. ഇനി അത് നമ്മൾ ആ ക്യാൻവാസിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു ടക്ക് ഇട്ട് കൊടുത്താൽ നമുക്കത് മറിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ മറിച്ച് കൊടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് നിന്നോളും. പിന്നെ 1 ഇഞ്ച് നമ്മൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, താഴെയുള്ള കോളറാണ്. അത് നമ്മളൊന്ന് താഴെ ഒന്ന് അതിൻ്റെ അത് അടിച്ചു പോവുക. അത് എന്തായാലും നമുക്കത് അടിക്കണത് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ നൂല് കഴിച്ചിടുന്നതാണ്. അപ്പോൾ നമുക്കത് 5 ഇഞ്ചിൽ ഒരു വലിയ സ്റ്റിച്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ 2.5 ഇഞ്ചിൻ്റെ ഈ കോളറ് നന്നായിട്ട് തന്നെ ഇതാക്കി കൊടുക്കുക. ഒന്ന് ഇസ്തിരി ഇട്ട് കൊടുത്താലും നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ. ഇനി അതിൻ്റെ മുന്നിൽ ഒന്ന് നല്ല പ്രസ് ചെയ്തിട്ട് ഒരടി കൊടുക്കുക. 1/4 ഇഞ്ചിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ അറ്റത്ത് കൊടുക്കുക. അതിൽ 2-ലോ അതിലോ ഒന്ന് കൊടുത്താൽ മതി കേട്ടോ. അതല്ലെങ്കിൽ വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇതിൽ കൊടുക്കുക. പിന്നെ അതിൻ്റെ കറക്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമുക്ക് 1 ഇഞ്ചിൻ്റെ കോളറിൻ്റെ അതിൻ്റെ അവിടെയും സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ദെൻ ഇതിൻ്റെ മുകളിലോട്ട് ഇത് വെക്കുക. സെൻറ്ററും ഒരുമിച്ച് വെക്കുക. അതുപോലെ തന്നെ താഴെ 2 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസും കൂടെ വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകൾ വശമാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. താഴെയല്ല, മുകൾ വശം നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത ആ ഭാഗത്താണ് കൊടുക്കേണ്ടത്. ഓക്കെ, 2 ഇഞ്ചിൻ്റെ കോളറിൻ്റെ താഴെയും 1 ഇഞ്ചിൻ്റെ കോളറിൻ്റെ മുകൾ വശവുമാണ് ചേർത്ത് വെച്ച് കൊടുക്കേണ്ടത്. നല്ല വശം ചേർന്നിരിക്കുന്ന പോലെ ആയിരിക്കണം കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ നമ്മൾ ആ ക്യാൻവാസ് പേപ്പറിൻ്റെ ഒപ്പം തന്നെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. അതെന്നിട്ട് മറിച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു കത്രിക കൊണ്ടോ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ടോ എന്തെങ്കിലും ഒന്നുകൊണ്ട് നമ്മളതൊന്ന് ഉള്ളിലോട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. 1/4 ഇഞ്ചിൽ തന്നെ വെട്ടിക്കോളൂ കേട്ടോ. 1/4 ഇഞ്ചിൽ വെട്ടിയാൽ മതി. എന്നിട്ടൊന്ന് ടക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇതൊന്ന് ഷേപ്പ് എന്ന് നല്ല വൃത്തിക്കൊന്ന് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കത് നമ്മൾ ഷർട്ടിൽ അറ്റാച്ച് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഷർട്ടിൽ അറ്റാച്ച് ചെയ്യാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ബിലോ. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഷർട്ടിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഷർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സിമ്പിളായിട്ട് തന്നെ കോളർ തയ്ക്കാൻ നമുക്ക് പറ്റും. ഇത് മുന്നേയൊക്കെ വീഡിയോയിൽ പല വിധത്തിലുള്ള കോളർ കാണിച്ചു തന്നിട്ടുണ്ട്, എങ്ങനെയാണ് കോളറിന് അളവെടുക്കുക എന്നുള്ളതൊക്കെ. അതിൻ്റെ മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ ഉണ്ട്. ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മുടെ കോളർ റെഡി ആയിട്ടുണ്ട്. ഫിനിഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.